ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുമായ ഒരു പായസമാണ് സേമിയ പായസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് സേമിയയും 1.5 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് മിൽക്ക് മെയ്ഡ്, പിന്നെ വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത ഓപ്ഷണലാണ്. വീട്ടിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയേ. നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പും പിസ്തയും, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മുന്തിരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മുന്തിരി ആകെ അധികം കരിഞ്ഞു പോകും. മുന്തിരിയുടെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ബോൾ പോലെ ഇങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണേ. ഇനി ഇതേ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് സേമിയ ഉണ്ടല്ലോ, ആ സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ റോസ്റ്റഡ് സേമിയാണ് വാങ്ങിയത്, അതുകൊണ്ട് ഒരുപാട് നേരമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി റോസ്റ്റഡ് സേമിയ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാൽ നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ നമ്മുടെ സേമിയ എല്ലാം വെന്ത് ഈ പാൽ കുറച്ച് നല്ലോണം വറ്റി കുറുകി ഒരു 1/4 ആയിട്ട് വരണം. പാല് എത്രത്തോളം നന്നായി വറ്റി കുറുകി വരുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പായസത്തിന്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. പാല് നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഞാൻ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി മധുരം അങ്ങോട്ടായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നല്ല മധുരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി 1.5 കപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തുകൊണ്ട് ഓവർ മധുരം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 1.5 കപ്പ് എടുത്തത് കേട്ടോ. ഒത്തിരി മധുരം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒരു ആവശ്യത്തിനുള്ള മധുരം ഉണ്ടായിരുന്നുള്ളൂ. നല്ല മധുരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ, മധുരം നോക്കിയിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പായസം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം ചാറെല്ലാം ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പായസം നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാൻ നേരത്ത് ഈ ഒരു ചാറോട് കൂടി തന്നെ ഇതിൽ തന്നെ ഇറക്കി വെക്കാൻ നോക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പായസം ഇരിക്കും തോറും കുറുകി വരും. നമുക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഈ ഇരിക്കും തോറും ഇത് നന്നായിട്ട് കട്ടിയായി വരും. ഇപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.